പോയി. പിന്നെ ആകെപ്പാടെ ശേഷിച്ചത് അദ്ദേഹം തന്ന ജീവിതത്തിൻ്റെ മൂല്യമാണ്. ആ മൂല്യം കൊണ്ട് ഒരു പുരുഷായുസിൻ്റെ നല്ല പങ്കും ഞാൻ ഓടിത്തീർത്തു. അതാണ് ഞാൻ പറഞ്ഞത്, മാതാപിതാക്കന്മാർ നൽകുന്ന മൂല്യം ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു പുതിയ ജീവിതമാണ്. നല്ല എക്സർസൈസൊക്കെ ചെയ്ത്, പിന്നെ നല്ല ആത്മാവിനെ സംബന്ധിച്ച് ആത്മാവ് പുതുക്കപ്പെട്ട കുമ്പസാരവും പാർബോധവും പശ്ചാത്താപവും ഒക്കെ നടത്തി കുർബാനയിലും കൂദാശയിലും ഒക്കെ പങ്കെടുത്ത് മാനസിക ആരോഗ്യം തിരിച്ചു പിടിക്കണം. മനസ്സിൻ്റെ ആരോഗ്യങ്ങൾ തിരിച്ചു പിടിക്കണം. നമുക്കറിയാം, ഇതൊരു കെമിക്കൽ സംവിധാനമാണ്. മനസ്സ് നല്ലതാണെങ്കിൽ പല രോഗങ്ങളും മാറി നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി സ്ട്രെസ്സൊന്നും ഉണ്ടാകാതെ, സ്ട്രെസ് വഴിയൊക്കെ ക്യാൻസർ വരെ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്ട്രെസ് കുറഞ്ഞു കഴിയുമ്പോൾ ക്യാൻസർ രോഗത്തിൽ കുറവ് കാണുന്നു. അതുകൊണ്ടാണ് ഈ ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോൾ ക്യാൻസർ കുറയുകയും അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ അതേ ക്യാൻസർ തിരിച്ചു വരികയും ചെയ്യുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇതൊന്നും അത്ഭുതങ്ങളല്ല, മറിച്ചെന്താണ്, ദൈവത്തിൻ്റെ നോർമൽ അവസ്ഥയിലേക്ക്, മനുഷ്യനെ സൃഷ്ടിച്ച അവസ്ഥയിലേക്കുള്ള തിരിച്ചുവരവാണ്. അതുകൊണ്ടാണ് ഈ മെഡിറ്റേഷൻ ഇതൊക്കെ നമുക്ക് ആവശ്യമായി തന്നെ. നല്ല മെഡിറ്റേഷൻ വേണം, നല്ല ചിന്ത വേണം. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. അങ്ങനെ ദൈവകൃപയിൽ വളരാൻ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സമയം കൂടുതൽ എടുത്തത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പൊതുവെ ഈ ധ്യാന പ്രസംഗക്കാരനായതുകൊണ്ട് ആളുകൾ വന്നിരുന്ന് അങ്ങ് ഉറങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രസംഗിക്കാം. ഇവർ ഉണരുന്നിടം വരെയാണ് എൻ്റെ കണക്ക്. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്ക് ഇതേ കാര്യം തന്നെ ഇനിയിപ്പം ദുബായിയുടെ കഴിഞ്ഞു, ഷാർജയിലെങ്ങാൻ വിളിച്ചാൽ പ്രസംഗിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ അധികം താമസിയാതെ ഞാൻ ഉച്ചയാകുമ്പോൾ തിരിച്ചു പോകും. എനിക്ക് ഉച്ചകഴിഞ്ഞ് കുട്ടികളുടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദീപാവലി ആയതുകൊണ്ട് കുട്ടികളുടെ ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇനി റിട്ടയർമെൻറ്റ് ലൈഫ് നയിക്കാനായിട്ട് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വേവനച്ഛനെ വിളിച്ചാൽ മതി. അച്ഛൻ എല്ലാ സർവീസും തരും. വീടുകളിൽ വന്ന് ഹെൽത്ത് കെയർ വേണമെങ്കിൽ ചെയ്തു തരും. റിട്ടയർമെൻറ്റ് ഹോം വേണമെങ്കിൽ അത് അവിടെ പണിതുകൊണ്ടിരിക്കുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡർ വേണമെങ്കിൽ അവിടെ കൊണ്ടുതരും. എല്ലാ പരിപാടിയും നമ്മൾ ഇനി പണമൊന്നുമില്ലാതെ അനാഥരായിട്ട് ആരെങ്കിലും കിടക്കുകയാണ്, ആരും സഹായിക്കാനില്ല, നമ്മുടെ അടുത്തോട് വിട്ടാൽ മതി. അവർ മരിച്ച് ശവടക്ക് വരെ നമ്മളെ ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കും. ദഹിപ്പിക്കും, കുഴിച്ചിടും. എല്ലാ പരിപാടിയും നമ്മൾ ചെയ്തു കൊടുക്കും. വാർദ്ധക്യത്തിലുള്ളവരെ യൗവനക്കാരാക്കി മാറ്റുന്ന ശുശ്രൂഷയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ഞങ്ങളെ സമീപിക്കുന്നത് സന്തോഷമാണെന്ന കാര്യം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട്